അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അതാണല്ലോ നമ്മൾ സോഷ്യോളജിയിൽ ആദ്യം പഠിക്കുന്നത്. ഇസ്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വിഷയങ്ങളും വളരെയധികം കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മനുഷ്യന് സാമൂഹികമായിട്ടുള്ള ജീവിതത്തെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ നമുക്ക് ഖുർആനിലും പ്രവാചകന്റെ തിരുചര്യകളിലും നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹികമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളിലൂടെ തന്നെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയാണ്. നമ്മളൊരു പക്ഷേ അത് ഒരുമിച്ച് കൂടാനുള്ള ലക്ഷ്യമല്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചുറ്റുപക്കത്തുള്ള ആൾക്കാർ ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് കൂടണം. അതാണ് 5 വക്ത് നിസ്കാരം പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമം അതാണല്ലോ. പിന്നെ പല പണ്ഡിതന്മാരോ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. അത് ശക്തമായിട്ടുള്ള സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് 5 തവണയെങ്കിലും ചുറ്റുവക്കത്തുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടണം എന്നതാണ് ഇസ്ലാമിൻ്റെ ലൈന്. അതുപോലെ തന്നെ ഒരു നാട്ടിലുള്ള ആൾക്കാർ, ഒരു മഹല്ലിൽ ഒരു നാട്ടിലുള്ള ആൾക്കാർ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരുമിച്ച് നിർബന്ധമായി കൂടിയിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ലൈന്. അതാണ് വെള്ളിയാഴ്ച ജുമുഅക്ക് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ലോകത്തുള്ള നാനാഭാഗത്തുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിലുണ്ട്. അതാണ് പരിശുദ്ധ ഹജ്ജ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാമൂഹിക ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു രീതിയാണ് നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കാണാൻ കഴിയുന്നത്. ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഉണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഹദീസ് പറയാണ്. അത് തുർമുദിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 2008 നമ്പറിലുള്ള ഹദീസാണിത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ആദ മരീദൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ, ഔ സാറ അഖൻ ലഹു ഫില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അവൻ്റെ സഹോദരനെ, സുഹൃത്തിനെ അവൻ സന്ദർശിച്ചാൽ, നാദാഹു മുനാദിൻ, ഒരു മലക്ക് അവനോട് വിളിച്ചു പറയുന്നതാണ്, അൻ തിബുത്ത, നീ അനുഗ്രഹീതനായിരിക്കുന്നു, വ തോബ മംഷാക്ക, നിൻ്റെ ഈ സുഹൃത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ രോഗിയിലേക്കുള്ള യാത്രയും നന്നായിരിക്കുന്നു, അനുഗ്രഹീതമായിരിക്കുന്നു, വ തബവ്വഅത മിനൽ ജന്നത്തി മൻസില, നീ സ്വർഗത്തിൽ നിന്ന് ഒരു വീടിനെ ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് ഒരു മലക്കിനെ വിളിച്ചു പറയുന്നു പറഞ്ഞാൽ അവന് ഉള്ള പ്രതിഫലമാണ് ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലുള്ള ഒരു സുഹൃത്തിനെ നമ്മൾ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ, മുസ്ലിമായ ഒരു സുഹൃത്തിനെ നമ്മൾ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ, അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരാളെ നമ്മൾ സന്ദർശിക്കാൻ പോകുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലമാണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് രോഗം വരുമ്പോൾ പോയി സന്ദർശിക്കുക, സുഹൃത്തുക്കളല്ലാതെ സന്ദർശിക്കുക. അത് കുടുംബ ബന്ധങ്ങളും കൂടിയാവുമ്പോൾ കുടുംബബന്ധം ചേർക്കലിൻ്റെ പ്രത്യേകമായിട്ടുള്ള പവിത്രത കൂടി അതിന് വരും. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ ഒഴിവ് സമയങ്ങളിൽ പോയി കാണുക. ഇതുപോലെ ഒരു സാമൂഹിക ജീവിയായിട്ട് ജീവിതവുമായിട്ട് മുന്നോട്ട് പോകലാണ് ഇസ്ലാമിൽ പവിത്രത കൂടിയിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പ് ഒരു ഹദീസ് നമ്മൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ പൊതുസമൂഹത്തിൽ ജനങ്ങളോട് ഇടപഴകി ജീവിക്കലാണ് പ്രതിഫലമുള്ളതെന്ന് ഒരു ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.